നിങ്ങൾ എപ്പോഴെങ്കിലും നമ്മുടെ ആനവണ്ടിയിൽ വിനോദയാത്ര പോയിട്ടുണ്ടോ? എന്നാൽ ഞാൻ പോയിട്ടുണ്ട്. സ്ഥിരം പോകുന്ന ഒരാളും കൂടിയാണ്. വെഞ്ഞാറമൂട് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെറ്റിലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന വിനോദയാത്രകളിൽ എന്റെ 7ാമത്തെ യാത്രയുടെ ചില അനുഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ യാത്ര നടന്നിട്ട് ഏകദേശം 4-5 മാസം ആയെങ്കിലും ഇപ്പോഴും സന്തോഷം തോന്നുന്ന ഏറെ സംഭവങ്ങൾ നിറഞ്ഞായിരുന്നു ഈ യാത്ര. കോട്ടയം മലരിക്കൽ ആമ്പൽപ്പാടം പൂത്തു നിറഞ്ഞത് റീൽസിലൂടെ കണ്ടു നിൽക്കെയാണ് KSRTCയുടെ മലരിക്കൽ യാത്ര അറിയുന്നത്. അങ്ങനെ പേര് കൊടുത്ത് പണവും അടച്ച് അതിരാവിലെ ആനവണ്ടിക്കുള്ളിൽ കയറി. ആനവണ്ടി യാത്രയിൽ എനിക്കൊരു സ്ഥിര സ്പോട്ടുണ്ട്. ഏറ്റവും പുറകിൽ ഒറ്റയ്ക്കിരിക്കാനുള്ള ആഗ്രഹം ആനവണ്ടിയിലുള്ള ചേട്ടന്മാര് സമ്മതിച്ചു തരാറുണ്ട്. രാവിലെ വന്നാൽ ബസ്സിൽ കയറി എല്ലാവരും എത്തിയെന്ന് ഉറപ്പുവരുത്തുന്നത് BTCയുടെ പ്രധാന തലവൻ രാജേഷ് ചേട്ടനാണ്. ഉറക്കച്ചടവിലിരിക്കുന്ന യാത്രികരെ ഉല്ലാസയാത്രയുടെ ലഹരി പകർന്നു കൊടുക്കുന്നതും ഈ സാരഥികൾ തന്നെയാണ്. സ്വാഭാവികമായും ബസ് അനങ്ങുമ്പോൾ ആദ്യത്തെ 1-2 മണിക്കൂർ യാത്രികർ ഉറക്കക്ഷീണം, ജോലിയുടെ ചിന്തകൾ, അപരിചിതത്വം എന്നിവയിൽ മുഴുകിയിരിക്കുമെങ്കിലും പിന്നീട് അങ്ങോട്ട് സീറ്റിൽ ഇരിക്കാതെ നൃത്ത ചുവടുകളും ഗാനാലാപനവുമായി ഒരു മേളം തന്നെയായിരിക്കും. അങ്ങനെ മൺസൂൺ ചാറ്റിലും കൊണ്ട് നേരെ മലരിക്കലേക്ക്. ആമ്പൽപ്പാടം കാണാൻ ഭയങ്കര തിരക്കായിരുന്നു. എന്തു തന്നെ ആയാലും പ്രഭാത ഭക്ഷണം കഴിച്ച് കിട്ടുന്ന ബോട്ടിൽ കയറി ആമ്പൽപ്പാടത്തിലേക്ക് ഇറങ്ങി. അതിമനോഹരമായിരുന്നു ജലാശയത്തിലെ ദൃശ്യങ്ങൾ. വിരിഞ്ഞതും മുട്ടിട്ടതുമായ നിരവധി ആമ്പലുകൾ 5ഉം 10ഉം ഒരുമിച്ച് ഒടിച്ചെടുത്ത് കൈവെള്ളയിലാക്കി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന തരുണീമണികൾ, കപ്പിൾ ഫോട്ടോഷൂട്ടിന് വന്നവർ, കൂടെ ചാറ്റൽ മഴ. മൊത്തത്തിൽ 10-20 മിനിറ്റ് അടിപൊളി ഒരു ബോട്ട് യാത്രയായിരുന്നു. തിരിച്ചു ബസ്സിൽ കയറി പിന്നെയും ഡാൻസുമായി യാത്രികർ മുന്നോട്ടെത്തി. ഞാൻ നടത്തിയ KSRTC യാത്രകളുടെ ഡാൻസ് മാസ്റ്ററാണ് ഡ്രൈവറായ ഷഹീറേട്ടൻ. ആകുലതയേറിയ മനസ്സുമായി സീറ്റിന്റെ അറ്റത്തിരിക്കുന്ന ഏത് യാത്രികനെയും സന്തോഷത്തോടെ വിളിച്ച് കൂടെ നൃത്തം ചെയ്യിക്കുന്നതിന് അദ്ദേഹത്തിന് പ്രത്യേകം കഴിവാണ്. ഞാൻ പിന്നെ ഇൻട്രോവേർട്ട് പ്രോ മാക്സ് ആയതുകൊണ്ട് ഇതെല്ലാം കണ്ടിരിക്കാറാണ് പതിവ്. ഇങ്ങനെ യാത്ര ചെയ്ത് ആളുകൾ കൂടിയ ജംഗ്ഷനിൽ എത്തുമ്പോൾ ഞാൻ പതുക്കെ പുറത്തേക്ക് നോക്കും. ആനവണ്ടിയിലെ ആഘോഷമേളം കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ജനങ്ങളെ അപ്പോൾ കാണാനായിട്ട് സാധിക്കും. അടുത്ത യാത്ര തൃപ്പൂണിത്തറ കൊട്ടാരത്തിലേക്കായിരുന്നു. സംസ്കാരവും ചരിത്രവും കൊണ്ട് സമ്പുഷ്ടമായ കൊട്ടാര സന്ദർശനത്തിന് ശേഷം നേരെ അരിക്കൽ വെള്ളച്ചാട്ടത്തിലേക്ക് പോയി. റോഡ് അരികത്തുള്ളൊരു വെള്ളച്ചാട്ടം ആയതുകൊണ്ട് തന്നെ ജനപ്രവാഹമായിരുന്നു. ഒന്നിറങ്ങി കുളിക്കണമെന്നൊക്കെ തോന്നിയെങ്കിലും എന്തോ പറ്റിയില്ല. അങ്ങനെ അടിച്ചു പൊളിച്ച് രാത്രിയോടെ തിരിച്ചു വെഞ്ഞാറമൂടെത്തി. സാധാരണ യാത്രയിലൂടെ പരിചയപ്പെടുന്നവരോട് കൂടുതൽ അടുക്കാത്തതിനാൽ യാത്രയ്ക്ക് ശേഷം അപരിചിതനാവുകയാണ് എന്റെ ശീലം. എന്നാൽ ഈ യാത്ര എനിക്ക് ചില ചിരപരിചിതരെ കൂടി സമ്മാനിച്ചു. പ്രിയപ്പെട്ട ജസ്നി ചേച്ചിയാണ് അതിലേറ്റവും പ്രധാനി. ഇനി അടുത്ത യാത്രയിൽ ഇനിയും കൂടുതൽ മധുരിക്കുന്ന ഓർമ്മകളായിരിക്കും ആനവണ്ടിയിൽ നിന്ന് ലഭിക്കുക എന്ന വിശ്വാസത്തോടെ, അല്ല തീർച്ചയോടെ, ഞാൻ ഇന്നത്തെ എന്റെ ഈ അനുഭവം ഇവിടെ അവസാനിപ്പിക്കുന്നു.